ആനന്ദ് ഫോൺ എടുക്കുന്നില്ല. അവൻ ഒരിക്കലും എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. എന്തു പറ്റിയെന്നറിയാൻ വയ്യല്ലോ കൃഷ്ണേട്ട. ഇതിപ്പോ മണിക്കൂർ കുറെ ആയല്ലോ. നീ വെറുതെ ടെൻഷൻ ആകണ്ട. ഒരുപക്ഷെ ഫോൺ കാറിലോ മറ്റോ ആയിട്ടുണ്ടാവും. അതെ ചേച്ചി, അന്ന് ഓർമ്മയില്ലേ ആനന്ദിനെ കണ്ടില്ലെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഭയന്നു പോയത്? കുറച്ചു കഴിഞ്ഞപ്പോ ആ ലോഗോ ഡിസൈനിലെ കണ്ണുകളുടെ ഉടമ കല്യാണിയാണെന്നും പറഞ്ഞ് ആനന്ദ് സന്തോഷത്തോടെ വന്നു കയറിയത്. അതുപോലെ എവിടെയെങ്കിലും പോയതായിരിക്കും. ആനന്ദ് ഇപ്പൊ ഇങ്ങ് വരും. വാ. ആന്റി, ആന്റി ആനന്ദിന്റെ നമ്പറിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നോക്കാം. ശരി. ആരൊക്കെ എന്തൊക്കെ ട്രൈ ചെയ്താലും അതുകൊണ്ടൊന്നും കാര്യമില്ല. ആനന്ദും കല്യാണിയും ഇപ്പൊ ജയിലില്ല. ഞാൻ വിചാരിച്ചാലേ ഇനി പുറത്തു വരൂ. ആന്റി, സ്റ്റോർ റൂമിന് അങ്ങോട്ട് നോക്കിയേ. ആനന്ദേട്ടൻ. ആനന്ദേ, എന്തൊക്കെയാ ഇത്? ഞങ്ങളൊക്കെ എന്ത് പേടിച്ചോന്നറിയോ? ഇനി തിരക്കാൻ പോലും ഒരിടവും ഇല്ല. നീ ഇന്നലെ മുഴുവൻ ആ സ്റ്റോർ റൂമിലായിരുന്നല്ലേ? കല്യാണിയും രാത്രി വീട്ടിൽ വന്നില്ലെന്ന് ദാസേട്ടൻ പറഞ്ഞല്ലോ. ആ, ശരിയാണല്ലോ. അപ്പൊ കല്യാണിയെ നിന്റെ കൂടെ ഇന്നലെ രാത്രി മുഴുവൻ സ്റ്റോർ റൂമിലായിരുന്നല്ലേ? എന്റെ ഭഗവാനേ. അതെ അളേമ്മേ, ഞങ്ങള് രണ്ടുപേരും രാത്രിയിൽ സ്റ്റോർ റൂമിലായിരുന്നു. ആനന്ദേ, എന്തൊക്കെയാ നീ വിളിച്ച് പറയുന്നത്? ഒരു ചാനൽ ഇന്റർവ്യൂവിന് വേണ്ടി മുത്തശ്ശന്റെ ഫോട്ടോ തേടി പോയതാ ആ ഔട്ട് ഹൗസിലെ സ്റ്റോർ റൂമില്. കുറെ നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നല്ലേ. ഓടിന് ചോർച്ച വന്ന് ചുവരൊക്കെ നനഞ്ഞിരിക്കായിരുന്നു. ലൈറ്റ് ഇടാൻ വേണ്ടി ഞാൻ സ്വിച്ചിലേക്ക് കൈവച്ചപ്പോ ഷോക്ക് അടിച്ച് ബോധം കെട്ട് വീണു. അയ്യോ ബ്രോ, എന്നിട്ടൊന്നും പറ്റില്ലല്ലോ? ഇല്ല, കുറെ നേരം ബോധം കെട്ട് കിടന്നു. പിന്നെ ബോധം വന്ന് നോക്കിയപ്പോ ഈ കല്യാണി അടുത്തുണ്ടായിരുന്നു. അത് ശരി, ആനന്ദ് ഫോട്ടോ എടുക്കാൻ പോയെന്ന് പറഞ്ഞു. പക്ഷെ നീ എന്തിനാ സ്റ്റോർ റൂമിൽ പോയത്? അത് മനസ്സിലായില്ല. വല്യുഞ്ഞ് എന്നെ വിളിച്ചിട്ട് ആൽബത്തിൽ ഫോട്ടോ ഒട്ടിക്കാൻ പശ വേണമെന്ന് പറഞ്ഞു. പശയായിട്ട് റൂമിൽ പോയപ്പോ വല്യുഞ്ഞിനെ അവിടെ കണ്ടില്ല. അപ്പൊ സുജാതേച്ചിയാ പറഞ്ഞത് വല്യുഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് പോണ കണ്ടുന്ന്. എന്നാ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പശ കൊടുക്കാന്ന് കരുതി പോയതാ. അപ്പോഴാ വല്യുഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണം കണ്ടത്. ശരി, ഇവൻ ബോധമില്ലാതെ കിടന്നെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങൾ അറിയിക്കണമായിരുന്നു. അല്ലാതെ അവന് കൂട്ടുകിടക്കല്ല വേണ്ടിയിരുന്നേ. ഏയ്, അങ്ങനെയല്ല മാഡം. വല്യുഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണം കണ്ടപ്പോ ഞാൻ ആകെ ഭയന്നു പോയി.
പെട്ടെന്ന് സഹായത്തിന് ആരെങ്കിലും വിളിക്കാന്ന് കരുതി പുറത്തിറങ്ങാൻ വന്നപ്പോ കതക് തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരോ കതക് ഓടാമലിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങള് വന്നിട്ട് കുറച്ചു നേരമായി. തമ്പുരാട്ടി ഇന്നലത്തെ മധുരസ്വപ്നങ്ങളിലായിരുന്നല്ലേ? ഇടയ്ക്ക് ഞങ്ങള് തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതി. മാഡം എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ദേവി ഇത് ഉപദ്രവിക്കരുത്. എന്താടി മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം? ഇന്നലെ രാത്രി മുഴുവൻ നീയും ആനന്ദും സ്റ്റോർ റൂമിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ടും അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? അത് നീ അറിഞ്ഞില്ലേ പ്രിയങ്കേ? ഇന്നലെ രാത്രി മുഴുവൻ രണ്ടുപേരും കൂടെ ഭാഗവത പാരായണം നടത്തുമായിരുന്നു അവിടെ. ഒരു കൊട്ട അനുഗ്രഹമായിട്ടേ ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ പുറപ്പെട്ടിട്ടുണ്ട് ഇവളുടെ തലയിലോട്ട് ചൊരിയാൻ. മാഡം എന്നെ വിശ്വസിക്കണം. നിങ്ങൾ കരുതുന്ന പോലൊന്നും. വായടക്കടി. രാത്രി മുഴുവൻ പുറത്തു നിന്നും സ്റ്റോർ റൂം ആരോ പൂട്ടി പോലും, എന്നിട്ട് അതിരാവിലെ തന്നെ തുറന്നു കൊടുത്തു പോലും. പറയുന്നതിനും വേണോടി ഒരു യുക്തിയൊക്കെ. അതറിയില്ലേ? ഇവളുടെ ചത്തുപോയ തള്ളയ ഇന്നലെ രാത്രി മകളെ മണിയറയിലിട്ട് പൂട്ടിയതും അതിരാവിലെ പൂട്ട് തുറന്നു വെച്ചതും. അവരും ഉടലോടെ സ്വർഗത്തുനിന്ന് വരുന്നുണ്ട് മകളെ കൈവച്ച് അനുഗ്രഹിക്കാനായി. അല്ല, സാക്ഷാൽ സീതാദേവി ചെയ്തതുപോലെ നീ എന്തോ അഗ്നിപരീക്ഷണം നടത്തി പാതിവൃത്യം തെളിയിക്കാൻ പോവാന്ന് കേട്ടല്ലോ. തെളിയിക്കടി എന്നാല്. നീ തീയിൽ ചാടുകയോ ഭൂമി പിളർന്ന് താഴോട്ട് പോവോ ഒന്നും വേണ്ട. മിനിമം കൈവെള്ളയിൽ ദേ ഈ കർപ്പൂരം കത്തിച്ചു വെച്ചെങ്കിലും നീ പറയുന്നത് സത്യമാണെന്ന് കാണിക്കേ. എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ. ആ കറക്റ്റ്. നാളെ ആനന്ദിനൊപ്പം ജീവിക്കാനുള്ള ഈ പാവത്തിന് മുന്നിൽ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ച് നീ സത്യം ചെയ്യണം നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെന്ന്. ശരി മാഡം, ഞാൻ എന്ത് സത്യം വേണമെങ്കിലും ചെയ്തു തരാം. ഓഹോ, എനിക്ക് വിശ്വാസമുണ്ട് ദേവി എനിക്കൊരു അബദ്ധം വരത്തില്ലെന്ന്. ഓ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുകളയാം. പ്രിയങ്കെ, ആ കർപ്പൂരം ഇങ്ങെടുക്ക്. കൈ നീട്ടടി. ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല.